അബ്ദുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദും കൺവേർഷൻ ജിഹാദും കേരളത്തിൽ വളരെ വ്യക്തമാണ്. ഇസ്ലാമിക സമൂഹം എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല? ഈ രണ്ട് ജിഹാദുകൾക്കും ഒരു സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നില്ല. പക്ഷേ തെറ്റ് ചെയ്യുന്നവരെ തള്ളിപ്പറയാനുള്ള ആർജവമെങ്കിലും മതനേതാക്കൾ കാണിക്കേണ്ടതല്ലേ? ആദ്യമായി താങ്കൾ പറഞ്ഞു, ഒരിക്കൽ കൂടി എൻ്റെ അടുത്തേക്ക് താങ്കളുടെ ഇത് കിട്ടിയിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ആദ്യമായിട്ടാണ് ചോദ്യം കേൾക്കുന്നു. രണ്ടാമത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് തള്ളിപ്പറയുന്നത്? അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുപ്രീം കോടതി, ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ താങ്കൾ പറയുന്നത് ലവ് ജിഹാദിന് എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല? ഇല്ലാത്തതിന് തള്ളിപ്പറയേണ്ട എന്ത് ബാധ്യതയുള്ളത്? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജിഹാദ് എന്ന് പറയുന്നത് ഈ ആളുകൾ മതപരിവർത്തനം നടത്തുക, അങ്ങനെ അവർ ഇസ്ലാമിന് അംഗസംഖ്യ വർദ്ധിപ്പിക്കുക, ഇത് ഇസ്ലാമിൽ പെട്ടതല്ല. പ്രവാചകൻ്റെ വചനം തന്നെ വ്യക്തമായ വചനമുണ്ട്. ഒമൻകാലത്ത് ഈജുറത്തു ലംബ്രാത്തിൻ എനിക്ക് എന്തെങ്കിലും മറ്റു ഉദ്ദേശ്യങ്ങൾ വെച്ചുകൊണ്ട് മതപരിവർത്തനം നടത്താൻ പാടില്ല. ഒരു സ്ത്രീയെ കല്യാണം കഴിക്കലാണ് ഉദ്ദേശമെങ്കിൽ അവളെ കല്യാണം കഴിക്കാം. അപ്പോൾ ഹിജറത്തു ഇലാമ ഹാജറയിലെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആ പെണ്ണിന് കെട്ടാം എന്നല്ലാതെ ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അതാദ്യം പറയാനുള്ളത്. പിന്നെ ഇസ്ലാമിക ഇപ്പോൾ ഈ വാക്കൊക്കെ വരുന്നത് വളരെ പഴയ വിഷയമാണ്. കോളേജുകളിലും മറ്റും ക്യാമ്പസുകളിലൊക്കെ മുസ്ലിം വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളുടെ അച്ചടക്കത്തോടു കൂടിയ ജീവിതവും അവരുടെ ജീവിതത്തിൻ്റെ ഈ ചിട്ടയും വ്യവസ്ഥയും മറ്റും കണ്ട് ചില മുസ്ലിം പെൺകുട്ടികൾ ആകൃഷ്ടരായി. അങ്ങനെ അവർ ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്താ നോക്കുമ്പോൾ, അതായത് ഇവർ പ്രഭാതത്തിൽ ഒരു 5 മണിയാകുമ്പോഴൊക്കെ എഴുന്നേൽക്കും. അങ്ങനെ അത്യാവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം പ്രാർത്ഥിക്കും. കഴിഞ്ഞു പോയതിനെ പറ്റിയും വരാൻ പോകുന്ന കാര്യങ്ങൾ ലളിതമാക്കി തരാനും മറ്റുമായിട്ട് ദൈവത്തോട് പറയും. അത് പറഞ്ഞിട്ട് കുളിച്ച് മാറ്റി അവർ മര്യാദ കച്ചടക്കത്തോടു കൂടി, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്, ഇസ്ലാമിൻ്റെ വ്യവസ്ഥ അങ്ങനെ അവർ പാഠം പഠിക്കാൻ ഒരുങ്ങുകയും മറ്റു കാര്യങ്ങളെല്ലാം ആൺകുട്ടികളെ പറ്റി വല്ലാതെ അതിര് കവിഞ്ഞ് ഇടപഴകൂല, അനാവശ്യമായി കയറി പ്രേമിക്കൂല, വേറെ വൃത്തികളൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ആൺകുട്ടികളും യഥാർത്ഥ മുസ്ലിം കുട്ടിയാണെങ്കിൽ അവൻ മദ്യപാനത്തിന് പോകില്ല, മറ്റുള്ളവർ വഞ്ചിക്കൂല, വേറെ വേണ്ടാത്ത വൃത്തികളൊന്നും ചെയ്യില്ല. അത് ഈ സിനിമേൻ്റെയും മറ്റും പിന്നാലെ പോകുന്ന ആ വല്ലാത്ത ഈ പഠനത്തിൽ നിന്ന് വല്ലാതെ വിമുഖത കാണിക്കൂല. ഇങ്ങനത്തെ ഒരു അച്ചടക്കമുള്ള ഒരു ജീവിത രീതി. ഇതിൽ ആകൃഷ്ടരായിക്കൊണ്ട് ചില കുട്ടികൾ ഇസ്ലാം സ്വീകരിക്കാൻ തുടങ്ങിയിടത്തു നിന്നാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ പിന്നീട് അതിനൊരു പേരിട്ട്, കാരണം എവിടെയെങ്കിലും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാനുള്ള ലവൊക്കെ പ്രേമത്തിലൂടെ അല്ലെങ്കിൽ ലൈംഗികതയിലൂടെ ഇതിലൂടെയൊക്കെ തന്നെ ഇസ്ലാമിനെ അല്ലെങ്കിൽ പ്രവാചകൻ്റെ വിവാഹം അതിനെ എണ്ണം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പരിഹസിക്കാൻ, അതുകൊണ്ടാണ് ഉണ്ടായൊരു വാക്കാണ് ലവ് ജിഹാദ്. തുടർന്ന് അവസാനം ഇത് പാർലമെൻറ്റിൽ വരെ എത്തി. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സംശയലേശം തന്നെ പറഞ്ഞപ്പോൾ ലവ് ജിഹാദ് എന്നൊന്നുമില്ല, സുപ്രീം കോടതിയും പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഏതോ ഒരുത്തർ പേരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മധുപൂർ ഗ്രാമത്തിലാണ് സംഭവം നടക്കുന്നത്. ബൽറാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചാങ്ങൂർ ബാവ എന്ന് പറയുന്ന കക്ഷി, അയാളുടെ പേര് ജലാലുദ്ദീൻ എന്നാണ്, മകൻ്റെ പേര് ജമാലുദ്ദീൻ എന്നാണ്. അപ്പോൾ ഇവർ അവിടെ ഒരു 40 കോടിയുടെ സൗധം നിർമ്മിച്ചു, ഒരു മദ്രസയും നിർമ്മിച്ചു. അങ്ങനെ വളരെ വിപുലമായ തോതിൽ അവരിലേക്ക് ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ അവർ മുഖേന കുറേ ആൾക്കാർ മുസ്ലിങ്ങളായി. ഇത് യോഗി ആദിത്യനാഥിൻ്റെ ശ്രദ്ധപ്പെടുത്തി അയാളത് പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് പറയുന്നത് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ആയതുകൊണ്ടാണ് അത് പൊളിച്ചത്, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അങ്ങനെയൊന്നുമല്ല സംഭവിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഈ യോഗി ആദിത്യനാഥിൻ്റെ UP-യിൽ ഇത്തരമൊന്നും ഉണ്ടാക്കിയപ്പോൾ അയാൾ പൊളിച്ചോട്ടെ. ഇവിടെ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് മാത്രമാണോ നടക്കുന്നത്? ക്രിസ്തു മതത്തിലേക്ക് പലയിടങ്ങളിലും മതപരിവർത്തനം നടക്കുന്നില്ലേ? അതിൻ്റെ പേരിലല്ലേ ഇപ്പോൾ ആ കന്യാസ്ത്രീകളെ വഴിയിലിട്ട് തടഞ്ഞു വെച്ചതും ഉപദ്രവിച്ചതും? എത്ര കാലം ക്രിസ്തു ആ മതത്തിൻ്റെ പേര് തന്നെ ക്രിസ്ത്യൻ മിഷനറി എന്നാണ്, മിഷനറി പ്രവർത്തനം എന്നുള്ളതാണ്. അവരിവിടെ ആദിവാസികളെ മറ്റും ഇപ്പോൾ മണിപ്പൂർ എന്ന പ്രദേശം എങ്ങനെ ഭൂരിപക്ഷമുള്ള ജില്ലയായി സംസ്ഥാനമായി മാറിയത്? വളരെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസികളുടെ ഇടയിലേക്കാണ് അവർ പോകുന്നത്. അവർ വിദേശത്തു നിന്ന് വന്നിട്ട് ഡൽഹിയിൽ വിമാനം ഇറങ്ങിയിട്ട് ഡൽഹിയിലുള്ളവരെ മതം മാറ്റല്ലേ ചെയ്യുന്നത്, നേരെ പോകുന്നത് ഈ ആദിവാസി പ്രദേശങ്ങളിലേക്കാണ്. എന്നിട്ട് അവരെ മതം മാറ്റി പല ജില്ലകളും അങ്ങനെ സംസ്ഥാനങ്ങളും മതം, ആസാമിൻ്റെ വലിയൊരു പ്രദേശം, അതുപോലെ ഈ മണിപ്പൂരൊക്കെ. അപ്പോൾ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന സംഗതി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനിറ്റി അതിനു വേണ്ടി ഒഴിഞ്ഞിടപ്പെട്ടതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം
ഈ മതപരിവർത്തനത്തിന് വേണ്ടി ഇസ്ലാമിക സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നല്ലാതെ ഒരാളെയും എന്തെങ്കിലും നൽകി പ്രേരിപ്പിച്ചോ അല്ലെങ്കിൽ മറ്റു നിലക്ക് പ്രലോഭിപ്പിച്ചോ ഇസ്ലാമിൽ കൊണ്ടുവരുന്ന ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പറയുന്നത് ലായിക്ര ഇസ്ലാമിൽ യാതൊരു നിർബന്ധമില്ല. മൻഷാ ഫൽ യൂമിൻ, വല്ലവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ വിശ്വസിക്കട്ടെ. മൻഷാ ഫൽ യക്ഫുർ, താല്പര്യമില്ല അയാൾ നിഷേധിക്കട്ടെ. അങ്ങനെയാണ്. ഇതൊക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം, ഇതാണ് ഇസ്ലാമിൻ്റെ നയം. ആർക്കെങ്കിലും ഇതാണ് സത്യം, സൂര്യന് അത് താങ്കളെന്ന് പറയും എന്താണ്, അവിടെ ഒരാണും ഒരു പെൺകുട്ടിയും തമ്മിൽ പ്രേമത്തിലെത്തി, പ്രേമിച്ച് കഴിഞ്ഞ് പ്രേമിക്കുന്ന പിന്നെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു പെൺകുട്ടീനെ പ്രേമിക്കട്ടെ എന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നൊക്കെ പറയട്ടെ, താങ്കൾ പറഞ്ഞ എനിക്ക് പെണ്ണ് ക്രിസ്ത്യാനാണ്. അതിനാദ്യം എൻ്റെ ഇടയിൽ വേറൊന്ന് പറയാനുണ്ട്. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ യഥാർത്ഥത്തിൽ മതം മാറ്റേണ്ടതില്ല. ക്രിസ്ത്യാനിയെ ഇസ്ലാമിനും ക്രിസ്ത്യാനിയെയോ ജൂത പെൺകുട്ടിയെ ഇസ്ലാമിൽ കൊണ്ടുവരാനും മതം മാറ്റാതെ കൊണ്ടുവരാം. അത് വിശുദ്ധ ഖുർആനിൽ പരസ്യമായി പറഞ്ഞതാണ്. പിന്നെ ബഹുദൈവ വിശ്വാസികൾ മാത്രമേ മതം മാറ്റേണ്ടതുള്ളൂ. മതം മാറ്റുക എന്ന് പറഞ്ഞാൽ അന്ന് PC ജോർജ് പറഞ്ഞ മാതിരി ഒരു വീട്ടിൽ അതിനൊരു സംസ്കാരം ഉണ്ടാവും. ഒരാൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അതിൽ കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ ഇസ്ലാമികമായി വളർത്തൽ നിർബന്ധം മുസ്ലിങ്ങൾക്ക്. 7 വയസ്സ് പ്രായമായിട്ടുണ്ടെങ്കിൽ അവരോട് നിസ്കരിക്കാൻ പറയണം. 10 വയസ്സായിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണം, തച്ച് നിസ്കരിപ്പിക്കും. അതുപോലെ തന്നെ മക്കളെ എല്ലാ അർത്ഥത്തിലും പിന്നെ ഈ വ്യഭിചാരം പാടില്ല, മദ്യപാനം പാടില്ല, കക്കാൻ പാടില്ല, മറ്റ് വേറെ യാതൊന്നും പാടില്ല. ജീവിതത്തിന് കൃത്യമായ ചില ചിട്ടകളും വ്യവസ്ഥകളും ഉണ്ട്. ഒരാൾ മുസ്ലിം നിങ്ങൾ സാധാരണ പുറത്ത് കാണുന്ന എന്നെ പോലത്തെ മുസ്ലിങ്ങൾ കണ്ട് അഭിപ്രായം പറയരുത്. ഇസ്ലാം അങ്ങനെയാണ്. വളരെ വൃത്തികേടുകളായ ഒന്നും ചെയ്യാൻ പാടില്ല. വളരെ സത്യസന്ധമായ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്. അയൽവാസി അവനെ സ്വന്തം വീട്ടുകാരെക്കാൾ അധികം സ്നേഹിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, ഈ പിന്നെ പാവപ്പെട്ടവരോട് പിന്നെ ദയ കാണിക്കണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഇസ്ലാം ഇവിടെ വളരുന്നത്. എന്തെല്ലാം പീഡനങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങൾ, എത്ര കലാപങ്ങൾ, ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വളരുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിൻ്റെ ദൗത്യം അത്രത്തോളം സന്ദേശം, അതിന് ജാതീയതല്ല. ഒരു തങ്ങൾ അവരെ പിടിച്ച് തല്ലുക, വേണ്ടത് തല്ലുകയാണ്, സൗകര്യമല്ല. ഒരുത്തന് അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഓനെ കൈകാര്യം അത് ഗവൺമെൻറ് മുസ്ലിം ഗവൺമെൻറ് അല്ല. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയല്ലേ, അന്ന് തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിൽ ഒരു വ്യഭിചാരത്തിന് പേരിൽ അന്തടിച്ചിട്ട്, അന്തടി എന്ന് പറഞ്ഞിട്ട് ഹുദൂദ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഈ ക്രിമിനൽ നിയമം നടപ്പാക്കുന്നതിന് പറയാ ഹുദൂദ്, അന്തടി. ഈ വൃത്തികേടുകൾ കാണിച്ചാൽ 100 അടി കാണിച്ചാൽ നിങ്ങളുടെ മതം നോക്കി നിൽക്കും. നിങ്ങളുടെ മതം നോക്കി നിൽക്കും. പോലീസ് മതം എന്ന് പറഞ്ഞാൽ ഒരു അധികാര കേന്ദ്രം വേണ്ടേ? ഇത് നോക്കിക്കല്ല. ഒരു അധികാര കേന്ദ്രം ഉണ്ടെങ്കിൽ ആ അധികാര കേന്ദ്രന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അത് ഭീമാപ്പള്ളി അടിച്ചു ഇല്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണം. ഇവിടെ ഇന്ത്യയിൽ ഞങ്ങൾ ഇവിടെ ന്യൂനപക്ഷമല്ലേ, അധികാര കേന്ദ്രം ഉണ്ടായി. പാകിസ്ഥാനിൽ കഴിയും, സൗദി അറേബ്യ കഴിയും, UAE കഴിയും, ഇന്ത്യയിൽ കഴിയില്ല. ഇവിടെ അധികാര കേന്ദ്രമില്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമല്ലേ. ഇവിടെ എങ്ങനെ ഞാനിപ്പോൾ താങ്കൾ മദ്യപിച്ചു അല്ലെങ്കിൽ താങ്കൾ തച്ചുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് ജയിലിടൂലേ? മറിച്ചാലും ഞാൻ മദ്യപിച്ച് താങ്കൾ പിടിച്ചുകൊണ്ട് എന്നെ പിടിച്ച് ജയിലിടൂലേ? ഉറപ്പല്ലേ? അപ്പം ഇസ്ലാം നടപ്പാക്കണമെങ്കിൽ വ്യഭിചാരിയെ 100 അടി അടിക്കും. തലപ്പത്ത് കുറച്ച് പേര് ഇരിപ്പില്ലേ? ആ തലപ്പത്ത് പാണക്കാട് തങ്ങൾക്ക് നൂല് ഇതാക്കാൻ തങ്ങൾ മാത്രമല്ലല്ലോ, അധികാരമില്ലാന്ന് താങ്കൾക്ക് അറിഞ്ഞൂടെ? സമസ്തയുടെ ആൾക്കാരുണ്ടല്ലോ, ജിഫ്രി തങ്ങൾ, അയാൾ കാന്തപുരം പണ്ഡിതനെ മതപരമായ കാര്യങ്ങൾ അവർക്കൊക്കെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള അധികാരമുണ്ടോ? അല്ല, പുറത്തിറക്കാൻ കഴിയുമോ? മറ്റ് പല വിഷയങ്ങളിലും അവരവരുടെ അഭിപ്രായം പറയാറുണ്ട്, അവരുടെ അധികാരം കാട്ടാറുണ്ട്. അതൊക്കെ ശരിയല്ലേ? അഭിപ്രായം പറയും. ഈ വിഷയത്തിൽ എന്താ അവരൊന്നും അഭിപ്രായം പറയാത്തത്? ഈ ഭരണഘടനയെ പറ്റി അല്ലെങ്കിൽ കൺവേർഷൻ ജിഹാദ്, ഈ വിഷയത്തിലൊന്നും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളോ അല്ലെ കാന്തപുരമോ അല്ലെങ്കിൽ ജിഫ്രി തങ്ങളോ അല്ലെ മറ്റ് തങ്ങന്മാരോ അവരൊന്നും എന്താ അഭിപ്രായം പറയാത്തത്? അതേസമയം ചില വിഷയങ്ങളിൽ അവർ അഭിപ്രായം പറയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇരട്ടത്താപ്പ്? അതായത്
പലതും രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മാതിരി ഇപ്പം ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു മുസ്ലിം വർഗീയവാദി അബ്ദുള്ള ആരാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ചാനലിനകത്ത് തന്നെ ഒരു വർഗീയവാദി തന്നെ PC ജോർജ് മറുപടി പറയാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നില്ല. അബ്ദുള്ള ആരാ PC ജോർജിനെ വിളിച്ചോ, ഒരു വർഗീയവാദി. ഞാൻ മുസ്ലിം മനുഷ്യവർഗത്തിനല്ലാതെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒറ്റയ്ക്ക് ഒന്നിനും വേണ്ടി വാദിക്കില്ല. പക്ഷേ ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടിയാണ്. അത്രയേ ഉള്ളൂ. എൻ്റെ കീഴിൽ ഞാൻ പത്രത്തിൽ ജോലി എടുക്കുമ്പോൾ എത്രയോ അമുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് അവരോട് അടുത്ത ബന്ധവും സ്നേഹവും ഇപ്പോഴും ആ ബന്ധം എന്നോട് ബന്ധം ഇപ്പോഴും നിലനിർത്തുന്ന ആൾക്കാർ അമുസ്ലിം യുവാക്കളാണ്. എനിക്ക് അവരോട് ഹിന്ദുക്കളോട് വളരെ ഇഷ്ടമാണ്. വളരെ വിനയവും മര്യാദയുള്ളൊരു വിഭാഗം. ഞാൻ എംബസിയിൽ ഇൻ്റർമീഡിയറ്റായി ജോലി ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് പല നാടുകളിൽ നിന്നുള്ള ഹിന്ദു സഹോദരന്മാർ വരും. എത്ര മാന്യന്മാരാണ്. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ നന്ദി. ഒരു മുസ്ലിം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഞാൻ തുറന്നാ പറയുന്നത്. ഒരു അമുസ്ലിമിനാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ മരിക്കുന്നവരാ നന്ദി അവർ കാണിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ തല്ലാനും. അതൊക്കെ നല്ലത് തന്നെ. അബ്ദുള്ള നോക്കൂ, രണ്ട് മതങ്ങളിൽ പെട്ടവർ അവർ പ്രണയിക്കുന്നുണ്ട്, പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. പ്രേമം സാർവത്രികമാണ്, പ്രണയം സാർവത്രികമാണ്, എല്ലായിടത്തും അത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രണയിച്ച് ചതിയിൽപ്പെടുത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കി വഴങ്ങുന്നില്ലെങ്കിൽ പോയി മരിച്ചോ എന്ന് പറയുന്നതൊക്കെ ശരിയാണോ? അത് ഏതെങ്കിലും ഒരു മതത്തിന് ഭൂഷണമാണോ? അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തി തള്ളി പറയേണ്ടത് ആരാണ് എന്നതാണ് എൻ്റെ ചോദ്യം. അതിന് താങ്കൾ പറയുന്നു ഉത്തരവാദപ്പെട്ടവരാരും ഇല്ല, അധികാര സ്ഥാനത്തിരിക്കുന്ന ആരും നിങ്ങളുടെ മതത്തിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിർബാധം തുടരുകയാണ്. ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നാൽ മതിയോ? ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിനൊരു അറുതി വേണ്ടേ? നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞു ഈ മാരേജ് രജിസ്ട്രേഷന് ഒരു വിഭാഗത്തെ മുസ്ലിങ്ങൾ മാത്രം. ഇപ്പോൾ തിരുവനന്തപുരത്തെ കേസാണ് ടീച്ചർ പറഞ്ഞത്. 12 മുസ്ലിം സഹോദരന്മാർ, ഇപ്പുറത്ത് ഹിന്ദുക്കളും അതുപോലെ ക്രിസ്ത്യാനികളും. എന്നിട്ട് അതെന്താ അങ്ങനെ? കണക്ഷൻ കിട്ടിയില്ല. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ എങ്ങനെ? അതിൽ ഞാൻ പറയുന്നത് തോന്നുന്നില്ല. അതായത് ഇസ്ലാമിൽ വിവാഹം പ്രണയിക്കാൻ വേണ്ടി ഇസ്ലാം ആരോട് ഞാൻ പറയട്ടെ. അന്ന് ഞാൻ ആ ചർച്ച കേട്ടില്ല, അപ്പോൾ എനിക്ക് കണക്ഷൻ കിട്ടിയില്ല. ഞാൻ പറയുന്നത് ഇസ്ലാമിൽ വിവാഹം എന്ന് പറഞ്ഞാൽ തമാശയല്ല, തമാശയോടുകൂടി പറയാൻ തന്നെ പാടില്ല. അപ്പോൾ വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം വളർത്തിയെടുക്കണം, ആ കുടുംബജീവിതം. അതോടുകൂടി അതിൽ സന്താനങ്ങളുണ്ടാവും. ആ സന്താനങ്ങൾ നിർബന്ധമായും ഇസ്ലാമികമായി വളർത്തണം. ഞാനൊരു ഇണയെ തിരഞ്ഞെടുത്തിട്ട് ആ ഇണ അപ്പോൾ എൻ്റെ പെണ്ണ് അവർ ഇസ്ലാമികമായി ജീവിക്കണം. ഏതെങ്കിലും ഒരു കോളേജിലോ എവിടെ ഒന്ന് വെച്ച് ഒന്ന് കണ്ട് ലവായി എന്നാൽ പിന്നെ അവളെ ജാതിയും മതവും ഒക്കെ എന്തായാലും അവളങ്ങോട്ട് കല്യാണം കഴിച്ചാൽ അതോട് കഴിയില്ല. ഇസ്ലാം കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യമാണ്, പരിപൂർണമായ അച്ചടക്കം. പിന്നീട് അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോകാൻ പാടില്ല, മറ്റൊരുത്തനോട് ഇത് കാണിക്കാൻ പാടില്ല, പ്രണയം കാണിക്കാൻ പാടില്ല, അങ്ങനെ പലതും ഇതെല്ലാം ഇസ്ലാമിലുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ ഇസ്ലാമിലുണ്ടാവും. അത് അതിനെന്താ തെറ്റ്? അങ്ങനെ സാധിക്കും. ഒന്നിൽ കൂടുതൽ അത് നമ്മൾ തിരിച്ച് വേറെ വിഷയമാണ്. ഒന്നിൽ കൂടുതൽ കെട്ടേണ്ട ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾ. ഇപ്പോൾ ഞാൻ ആഫ്രിക്കൻ വിദ്യാർത്ഥികളൂടെ പഠിച്ചിട്ടുണ്ട് വിദേശത്ത്. ഞാൻ ഒരിക്കൽ ക്ലാസ്സിന് അധ്യാപകൻ ചോദിച്ചു, ഒരു ഈജിപ്ഷ്യൻ അധ്യാപകൻ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് 4 പെണ്ണുങ്ങളില്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കുക. ഞങ്ങൾ 5 ഇന്ത്യക്കാരുണ്ട്, ഞങ്ങൾ 5 ആൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ക്ലാസ്സിന് ഭയങ്കരമായ പരിഹാസം. ഇവർക്ക് ലൈംഗിക ശക്തി ഇല്ലാത്തത് കൊണ്ട് എന്നുള്ള അതിന് താളം കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്കാരെ അവർ പരിഹസിച്ചു. അപ്പോൾ ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് 4 കല്യാണം കഴിക്കാൻ നിർബന്ധമാണ്, അല്ലാത്ത വിദ്യ എൻ്റെയും താങ്കളെയും പോലെ നമുക്ക് കണക്ക് ഓരോന്നല്ലേ ഉള്ളൂ. നമ്മളൊന്നിനും പോരാ, ലൈംഗിക ശക്തി ഇല്ല എന്നൊക്കെയാണ് ഒരു കാണുക. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ ഇസ്ലാം ഒരു സാർവത്രിക മതമാണ്. അത് ഇവിടെ കേരളത്തിൽ നമ്മളെപ്പോലത്തെ 2 ദുർബലന്മാർക്കും ഉദ്ദേശിച്ചുള്ളതല്ല. എല്ലാവിധ ഇതും, കാരണം വ്യഭിചാരത്തിന് വമ്പിച്ച ശിക്ഷ ഇസ്ലാം നൽകുന്നത്. മുസ്ലിങ്ങളുടെ ജീവിതമല്ല പറയേണ്ടത്. ഇസ്ലാമിൽ തീരെ അനുവദിക്കാത്ത ഒന്നാണ്, നോക്കാൻ തന്നെ പാടില്ല. ഒരു പെണ്ണിനെ ഒരിക്കൽ ഒരു വട്ടം നോക്കില്ല, ലക്കൻ നെതറത്തിൽ ഒന്ന് നോക്കുക, പെൺകുട്ടി ഏതാണ്, എൻ്റെ പെങ്ങളാണോ എൻ്റെ പെണ്ണാണോ എന്ന് നോക്കല്ലാതെ തുറച്ചു നോക്കാനേ പാടില്ല. ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെ പ്രണയിച്ചവൻ അവൻ ഇമ്മോറൽ ട്രാഫിക് കേസിൽ അകത്തുപോയ ഒരുത്തനാണ്.
അനാശാസ്യത്തിൽ ഏർപ്പെട്ടതിന് പോലീസ് പിടിച്ചു വരുത്തനാണ്. താങ്കൾ പറഞ്ഞത് ഇസ്ലാമിൽ വ്യഭിചാരം എന്ന് പറയുന്നത് വലിയൊരു അപരാധമാണ്, കുറ്റമാണ് എന്ന്. പക്ഷേ ഈ റമീസിന് എതിരെ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ ചുറ്റുവട്ടത്തുള്ളവരൊന്നും ഇടപെടാത്തത്? അല്ല, അത് സ്ത്രീകൾക്ക് അല്ല, ഓരോ മഹല്ലുകൾ എന്ന് പറയും. അതായത് ആ മഹല്ലുകളൊക്കെ ദുർബലമാണ്. ഓരോ പള്ളിയോടനുബന്ധിച്ച് അത് ശക്തമാണെങ്കിൽ ഇയാൾ വിളിച്ച് ദുർബലമാണ്. കാരണം ഇസ്ലാമിക സന്ദേശം എത്തുന്നില്ല. വിവാദങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിൻ്റെ ഭീഷണികൾ. ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുന്നത് താങ്കൾക്കറിയോ? താങ്കൾ ഒരു കൊല്ലം ഒന്ന് മുസ്ലിമായി ജീവിക്കുക. എന്തെല്ലാം ജാതിയുള്ള പരീക്ഷണങ്ങളാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ ജീവനും സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്താലും നല്ലത്. അല്ലല്ല, ഞങ്ങൾ താങ്കളിൽ കൂടിയ ചാടും. ഈ നാട്ടിൽ ഇസ്ലാം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. സാമൂഹിക ജീവിതത്തിൽ ഇവിടെ എന്തായിരുന്നു ജാതീയത താങ്കളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. വഴി നടക്കാൻ പാടില്ല. താങ്കൾ വായിച്ചിട്ടുണ്ട്, ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ടില്ല. മറ്റവനെ കണ്ണിൽ പെടാൻ പാടില്ല. ഇതെല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവൻ പോയി തൊപ്പിട്ട് മുസ്ലിമായി വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്പൂരിനോട് പറയാം മാറിയിരിക്കടാ, അങ്ങനെ മാറടാന്ന്. ഇവന് ചായ കൊടുക്കുകയാണെങ്കിൽ നിലം കുഴിച്ച് ആ നിലത്ത് ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാനും താങ്കളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ വരെ ഉണ്ടായില്ലേ, തമിഴ്നാട്ടിൽ നിലം കുഴിച്ച് അവിടെ അതിനകത്ത് ആ നിലത്ത് ചായ പാർന്നു കൊടുക്കുന്നത്. ആ മറ്റവൻ കുടിച്ച ഗ്ലാസ് പാത്രം ഇവന് കൊടുക്കാൻ പാടില്ല. ഈ തരത്തിലുള്ളത് പൂക്കിയതാരാ ഉള്ളതാണ് പറയുന്നത്.